ഹലോ മക്കളെ, അപ്പോൾ നമുക്കറിയാം ഈ വർഷത്തെ കീം എക്സാം എന്ന് പറയുന്നത് ഏപ്രിൽ 13 മുതൽ 25 തീയതി വരെയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും അതായത് കീമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. 6 തീയതി വരെയായിരുന്നു എൻ്റെ ഡേറ്റ്. അതെല്ലാവരും കൊടുത്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കീമിന് അപ്ലൈ ചെയ്തിരിക്കുന്നതിൽ ഭൂരിഭാഗം കുട്ടികളും നമ്മുടെ +2 പഠിക്കുന്ന മക്കൾ കാണും. പിന്നെ കുറച്ച് കുട്ടികൾ നമ്മുടെ റിപ്പീറ്റർ കുട്ടികൾ കാണും. അതായത് ഒരു വർഷം നമ്മൾ ജെയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്ന കുട്ടികളും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ അത്യാവശ്യം സമയം അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും. ജെയ്ക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്തവർക്ക് കീമിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇനിയും ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ, ഒരു ഫൈനൽ റിവിഷൻ, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ല അങ്ങനെ ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേങ്കിൽ +2 ബോർഡ് എക്സാമിന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കീം എഴുതാൻ പോവുകയാണ് അല്ലേ. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. കാരണം ബോർഡ് എക്സാമിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, കീം എക്സാമിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കീം എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുന്നത്? നമുക്കറിയാം ഏപ്രിൽ 13 തീയതിയാണ് കീമിൻ്റെ എക്സാം. അപ്പം നിങ്ങളുടെ ബോർഡ് എക്സാം ഏകദേശം കഴിയുന്നത് മാർച്ച് 28, 29 ആ ഒരു റേഞ്ചിലായിരിക്കും നിങ്ങളുടെ എക്സാം കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ കുറച്ച് ദിവസം മാത്രമാണ് നമുക്ക് ഒരു ശരിക്കുള്ളൊരു പ്രിപ്പറേഷന് വേണ്ടി കിട്ടുക. അപ്പോൾ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് കീമിന് വേണ്ടിയിട്ട് പഠിക്കാമെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും. പക്ഷേങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സ്കോറോ അല്ലെങ്കിൽ ഒരു റാങ്കോ നിങ്ങൾക്ക് കിട്ടണമെന്ന് ഒരുറപ്പുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ കീം എക്സാം എന്ന് പറയുന്നത് പ്യുവർലി നിങ്ങളുടെ NCERT ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്സാം തന്നെയാണ്. +1 ടോപ്പിക്കും +2 ടോപ്പിക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ +2ലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ +1 ടോപ്പിക്കുകൾ പിക്കത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അതിനകത്തുനിന്നും ഈക്വൽ വെയിറ്റേജ് തന്നെയാണ്. +2 ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് കീം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യം തന്നെയാണ്. ക്രാക്ക് ചെയ്യാൻ പറ്റും, പക്ഷേങ്കിൽ ഇനഫ് ആയിട്ടുള്ള മാർക്ക് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ +1 ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നിങ്ങൾ +1ഉം +2ഉം കൂടെ പഠിച്ച് ഈ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ കീം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ റാങ്ക് കിട്ടിയാലേ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷനിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സോ നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതാണ്: നമ്മൾ +1 ടോപ്പിക്കും കൂടെ പഠിച്ചാലേ കീമിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് +1ലെ ടോപ്പിക്കും +2ലെ ടോപ്പിക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ച് ഏപ്രിൽ 13 തീയതി നമ്മുടെ കീം എക്സാം എഴുതാനുള്ളൊരു സാധ്യത നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നമുക്കറിയാം ഏകദേശം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 60 ഡേയ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കീം എക്സാം 13 തീയതി വരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ 60 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, +1 ടോപ്പിക്കും +2 ടോപ്പിക്കും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ കീം എക്സാമിനെ പറ്റി നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ കീം എക്സാമിൽ ടോപ്പിക്കുകൾ എത്രമാത്രം പഠിച്ചു എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ എത്രമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്പീഡിൽ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതാണ് അവിടുത്തെ കീ ഫാക്ടർ എന്ന് പറയുന്നത്. ആക്യുറസിയും സ്പീഡുമാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റർ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു കുറച്ച് ദിവസം ഇരുന്ന് 10 ദിവസം ഇരുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ സ്പീഡ് ഉണ്ടാവത്തില്ല. ഇനി ഈ സ്പീഡ് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യണം അല്ലേ. പക്ഷേ കീം എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചോളം ഒരു ക്വസ്റ്റ്യൻ 5 ഓപ്ഷനാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കൃത്യമായിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്യാനുള്ള ടാസ്ക് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ആൻസർ മാർക്ക് ചെയ്യണമെങ്കിൽ ഒരു ചോദ്യത്തിന് എറൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മിനിറ്റാണ് നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഈ 1 മിനിറ്റിനുള്ളിൽ നമ്മൾ വേണം എന്ത് ചെയ്യാൻ, ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ ഉത്തരം നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരുപാട് ഷോർട്ട് കട്ടുകളും അതുപോലെ ട്രിക്കുകളും ടിപ്സുകളും ഒക്കെ അറിഞ്ഞിരിക്കണം. സോ ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഒരു കാര്യം നമുക്ക് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാണ് കീം എക്സാമിൻ്റെ വിജയ മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം നിങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. സോ ഇതിനുവേണ്ടി നമ്മൾ കീം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കാൻ വേണ്ടി സൈലം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കീം എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡ് ഗെയിം ബാച്ചിൽ ഇപ്പോൾ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റർ, നിങ്ങളിപ്പോൾ +2 ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടായതുകൊണ്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കവർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്കത് കീമിനും ഉപയോഗപ്പെടുത്താം, അതുപോലെ ബോർഡ് എക്സാമിനും വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്കത് നേടാനും സാധിക്കും. അപ്പം ബോർഡ് എക്സാമിൻ്റെ മാർക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കീമിന് ബോർഡ് എക്സാമിൻ്റെ സ്കോറും എടുക്കും, കീമിൻ്റെ സ്കോറും എടുക്കും അല്ലേ. സോ അപ്പോൾ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിച്ചപ്പോൾ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കീമിനും ഓക്കെയാണ്, ബോർഡ് എക്സാമിനും ഓക്കെയാണ്. നിങ്ങളുടെ സമയവും നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. ഓക്കെ, റെഡി. ദെൻ ബോർഡ് എക്സാമിന് ശേഷമുള്ള ആ സമയത്ത് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും പിന്നെ മൊഡ്യൂൾ എക്സാമുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കീമിൻ്റെ എക്സാക്ട് പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ
കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ബാച്ചിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് കീം എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.